ഇരട്ട നീതിയാണ് എല്ലാ കാര്യങ്ങളിലും കാണിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു. ആ ആരോപണത്തെ സംബന്ധിച്ച് ഒരു പാർലമെന്റ് അംഗം ശ്രീ ബെന്നി ബെഹനാൻ എഴുതി DGPക്ക് പരാതി കൊടുത്തിട്ടും അത് സംബന്ധിച്ച ഒരു കേസ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഞങ്ങളെ വിസ്മയപ്പെടുത്തുകയാണ്. ഏത് കാര്യത്തിലാണ് കേസെടുത്തിട്ടുള്ളത്? AI ക്യാമറയുടെ വിഷയത്തിൽ, K-ഫോൺ വിഷയത്തിൽ, മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള കമ്പനിയെ സംബന്ധിച്ചും ഗുരുതരമായ അഴിമതിയെ സംബന്ധിച്ചും എല്ലാ തെളിവുകളും നിരത്തി പറഞ്ഞിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ല. മഹാമാരിയുടെ കാലത്ത് നടന്ന കൊള്ള, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നടന്ന 1032 കോടി രൂപയുടെ പർച്ചേസ്, അതിനെ സംബന്ധിച്ച് തെളിവുകൾ സഹിതം ആരോപണം ഉന്നയിച്ചിട്ട് അതിൽ കേസെടുക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ ഒന്നും കേസെടുക്കുന്നില്ല. ദേശാഭിമാനി പത്രത്തിൽ ശ്രീ സുധാകരനെ സംബന്ധിച്ചൊരു പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിനെതിരായിട്ട് കേസില്ല. ആ വ്യാജ വാർത്തയെ ആസ്പദമാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സുധാകരനെതിരായി രൂക്ഷമായ ആക്രമണം നടത്തി, അധിക്ഷേപിച്ചു. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് സുധാകരന് ബന്ധമുണ്ട് എന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചു. അതിനെതിരായി ഞങ്ങൾ പരാതി കൊടുത്തു, KPCC പരാതി കൊടുത്തു. ദേശാഭിമാനിക്കെതിരെ കേസില്ല, MV ഗോവിന്ദനെതിരായിട്ട് കേസില്ല. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും LDFിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവുമായ ശ്രേയംസ് കുമാർ മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെ പോലീസ് പിടിച്ചുവെച്ച് ഫോൺ വാങ്ങിച്ചു വെച്ച് സംസ്ഥാനത്തെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന് പരസ്യമായി വെളിപ്പെടുത്തി. അതായത് കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കള്ളക്കേസിൽ കൊടുത്തി അദ്ദേഹത്തിനെതിരായി നടപടിയെടുക്കാൻ പോലീസ് ആസ്ഥാനത്ത് ഗൂഢാലോചന നടന്നു എന്ന രീതിയിലുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ ഈ ഘടകകക്ഷിയുടെ നേതാവ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ നടത്തി. എന്നിട്ട് കേസെടുത്തേയില്ല. ആലപ്പുഴയിൽ ദേശാഭിമാനി വാർത്തയിൽ അടിസ്ഥാനമാക്കി ആലപ്പുഴയിലെ KSU നേതാവിനെതിരായി കേസെടുത്തു. എന്നാൽ ഇത് സംബന്ധിച്ച ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിനായി ആ KSU നേതാവ് കൊടുത്ത കാര്യത്തിൽ കേസെടുത്തേയില്ല. MSFകാര് +1 കോഴ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം നടത്തിയതിന്റെ പേരിൽ അവരെ വിലങ്ങുവെച്ച് വഴിയിലൂടെ നടത്തി. പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ SFIയുടെ മുൻ നേതാവിന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാധ്യമപ്രവർത്തകരെ നേരിട്ട് കാണാനുള്ള അനുമതി ആ പോലീസ് കൊടുത്തു. ഈ കേസുകളൊന്നും എടുത്തില്ല. പക്ഷേ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന ആരോപണമുള്ള SFI സംസ്ഥാന സെക്രട്ടറി ഒരു കേസ് കൊടുത്തപ്പോൾ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ മാധ്യമപ്രവർത്തകർക്കെതിരായും KSU പ്രസിഡന്റിനെതിരായും പ്രിൻസിപ്പലിനെതിരായും കേസെടുത്തു. ഇതെന്ത് ഇരട്ട നീതിയാണ്? ഇവിടെ CPMകാർക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ, സ്വപ്ന സുരേഷിന്റെ നിരന്തരമായ വെളിപ്പെടുത്തലുകൾ വന്നു. ഏതെങ്കിലും കാര്യത്തിൽ കേസെടുത്തോ? ഒരു കാര്യത്തിലും കേസെടുക്കില്ല. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി മൗനാവലംബിക്കുകയാണ്. EP ജയരാജനാണ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അദ്ദേഹം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? കൈതോലപ്പായയിൽ പൊതിഞ്ഞ് 2,35,00,000 രൂപ കൊണ്ടുപോയതിനെ പറ്റി ന്യായീകരിക്കാൻ വരുന്നത്. സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ ഡ്രാഫ്റ്റ് വാങ്ങിച്ച ആളാണ് ന്യായീകരിക്കാൻ വരുന്നത്. അപ്പൊ EP ജയരാജ ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. പഴയ ദേശാഭിമാനി പത്രത്തിന് വേണ്ടി ലോട്ടറി രാജാവായിരുന്ന, മാഫിയ രാജാവായിരുന്ന സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ഡ്രാഫ്റ്റ് വാങ്ങിച്ചാണ് 2 കോടി രൂപയുടെ ഡ്രാഫ്റ്റ്. എന്നിട്ട് കൈതോലപ്പായയിൽ പൊതിഞ്ഞ് പണം കൊണ്ട് ന്യായീകരിക്കുക അതേ ജയരാജൻ തന്നെ പാർട്ടി വേദിയിൽ വെച്ചാണ് ജയരാജനെതിരായി ഗുരുതരമായ ആരോപണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ആ ജയരാജനാണ് ഞങ്ങൾക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്.